ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഫാസിനേറ്റിംഗ് വേൾഡ് ഓഫ് സ്റ്റഡി. വയോജന പദ്ധതികളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലടുത്ത പദ്ധതിയാണ് വയോമധുരം പദ്ധതി എന്ന് പറയുന്നത്. സംസ്ഥാന സർക്കാർ BPL വിഭാഗത്തിൽപ്പെടുന്ന വയോജനങ്ങൾക്കായിട്ട് അവർക്കുണ്ടാകുന്ന പ്രമേഹ രോഗം അതുമായിട്ട് ബന്ധപ്പെട്ട് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്ന സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഒരു പദ്ധതിയാണ് വയോമധുരം പദ്ധതി എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ പ്രമേഹ രോഗികളായിട്ടുള്ള വയോജനങ്ങൾക്ക്, ഈ പറയുന്ന BPL വിഭാഗത്തിലുള്ള വയോജനങ്ങൾക്ക് രക്തത്തിലെ ഗ്ലൂക്കോസ് വീട്ടിലിരുന്ന് തന്നെ ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നോക്കാനായിട്ടുള്ള സൗകര്യം ഉറപ്പുവരുത്തുന്ന ഒരു പദ്ധതിയാണ് വയോമധുരം പദ്ധതി എന്ന് പറയുന്നത്. 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള വയോജനങ്ങൾക്കാണ് ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് വരുന്നത്. ഇനി അടുത്തൊരു വയോജന പദ്ധതിയാണ് സല്ലാപം പദ്ധതി എന്ന് പറയുന്നത്. മുതിർന്ന പൗരന്മാരുടെ മാനസിക ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായിട്ടും അവർ അനുഭവിക്കുന്ന ഏകാന്തതയ്ക്ക് ഒരു പരിഹാരം കാണുന്നതിനായിട്ടും മുതിർന്ന പൗരന്മാരെയും പുതിയ തലമുറയെയും ടെലിഫോൺ മുഖാന്തരം ബന്ധിപ്പിച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന മുതിർന്ന പൗരർക്ക് ഒരു ഫോൺ മേറ്റ്സിനെ, അതായത് ഒരു ടെലിഫോൺ ഫ്രണ്ടിനെ നൽകുന്ന ഒരു രീതിയാണ് ഈ പറയുന്ന സല്ലാപം പദ്ധതി എന്ന് പറയുന്നത്. അതിലൂടെ പൗരന്മാരുടെ വാർദ്ധക്യം കൂടുതൽ സന്തോഷകരമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് സല്ലാപം പദ്ധതി എന്ന് പറയുന്നത്. അതായത് വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയോ ഏകാന്തത അനുഭവിക്കുകയോ ചെയ്യുന്ന മുതിർന്ന പൗരന്മാർക്ക്, അതായത് ഈ വയോജനങ്ങൾക്ക് അല്പനേരം സംസാരിക്കാനും ഈ പറയുന്ന ഒറ്റപ്പെടലിൽ നിന്ന് ഒരു കൂട്ടായിട്ട് മാറാനും ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് സല്ലാപം പദ്ധതി എന്ന് പറയുന്നത്. ഇന്ന് വയോമധുരം പദ്ധതിയും സല്ലാപം പദ്ധതിയുമാണ് പഠിച്ചത്. ഇനിയും വയോജന പദ്ധതികളുണ്ട്. അടുത്ത ക്ലാസ്സിൽ അത്തരത്തിലുള്ള വയോജന പദ്ധതികൾ പഠിക്കാം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. താങ്ക്